ഐഫോൺ അടുത്ത മാസം സെപ്റ്റംബർ 2024 ഐഫോണിൻ്റെ 16 സീരീസിൻ്റെ ലോഞ്ച് വരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സീരീസിൽ മെയിനായിട്ട് 4 ഫോൺസാണ് വരാൻ വേണ്ടി പോകുന്നത്. ഐഫോൺ 16, 16 പ്ലസ്, 16 പ്രോ, 16 പ്രോ മാക്സ്. പണ്ടത്തെ ആ ഒരു മിനി ഒന്നുമില്ല, അത് ഇറക്കിയിട്ട് തന്നെ പൊട്ടിപ്പോയ മോഡലാണ്. ഇപ്രാവശ്യം അങ്ങനത്തെ വേറെ പുതിയതായിട്ടുള്ള മോഡൽസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ 4 ഫോൺസ് തന്നെയാണ് ഇപ്രാവശ്യം ഉള്ളത്. ഇതിൽ വരുന്ന മാറ്റം, ഇപ്പം പ്രോ മോഡലുകളുടെ ഡിസൈൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തും അതിനപ്പുറത്തെ വർഷത്തൊക്കെ ഇറങ്ങിയ പോലെ തന്നെ സെയിം ആ രീതിയിലുള്ള ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് കണ്ടാൽ അത് ഐഫോൺ 15 ആണെങ്കിലും 14 ആണെങ്കിലും 16 ആണെങ്കിലും സെയിം തന്നെയാണ്. ഇനിയിപ്പം ഡിഫറൻസ് തിരിയണമെന്നുണ്ടെങ്കിൽ സ്കെയിലൊക്കെ വെച്ച് ആ ക്യാമറയുടെ ലെൻസ് എത്രത്തോളം വലുപ്പം കൂട്ടി നിന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ തിരിയുള്ളൂ. അല്ലാത്ത രീതിയിൽ എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇനി നോൺ പ്രോ മോഡലുകളുടെ ഡിസൈൻ ഈ കാണുന്നതാണ്. ഭാഗ്യത്തിന് പ്രോ മോഡലിൽ ഈ പുതിയ ഡിസൈൻ വന്നിട്ടില്ല. കാരണം അതിലേക്ക് വന്നാൽ ഇതിൻ്റെ താഴത്ത് കൂടെ ഒരു ക്യാമറ മൊഡ്യൂൾ കൂടെ വന്നു കഴിഞ്ഞാൽ അത് പാവപ്പെട്ട ഐഫോൺ ഫാൻസൊക്കെ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി പറ്റില്ല, ആൾക്കാർ ഊക്കിക്കൊല്ലും. കാരണം സാംസങ്ങിൻ്റെ ഡിസൈൻ അറിയാമല്ലോ, അതുപോലെ എന്തായാലും വരുന്നതായിരിക്കും. ഭാഗ്യത്തിന് നോൺ പ്രോയിൽ മാത്രമേ ഈ ഡിസൈൻ വരുന്നുള്ളൂ. ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ആക്കാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇനിയും തൊട്ട് നോൺ പ്രോ മോഡലുകളിൽ സ്പെഷ്യൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതായത് ആപ്പിളിൻ്റെ വിഷൻ പ്രോയിലൊക്കെ കാണുന്ന തരത്തിലുള്ള വീഡിയോസ് നമുക്ക് ഇനി ഇതിലും നോൺ പ്രോ മോഡലുകളും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ക്യാമറയുടെ ലെൻസ് നേരെ താഴേക്ക്, അതായത് മെയിൻ ക്യാമറ തൊട്ട് താഴേക്ക് അൾട്രാവൈഡ് കൊടുത്താൽ മാത്രമേ ഈ ഒരു സ്പെഷ്യൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ നോൺ പ്രോ മോഡൽ ഡിസൈൻ ഇങ്ങനെ വരുന്നത്. എപ്പോഴും ആപ്പിൾ അവരുടെ ഡിസൈൻ മാറ്റുന്ന സമയത്ത് വെറുതെ മാറ്റാറില്ല, എന്തെങ്കിലും കാരണം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്താറുള്ളൂ. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. കാണാൻ കൊള്ളാം, മാറ്റമുണ്ട്. ഇപ്രാവശ്യമെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് പ്രോ മോഡലുകളിൽ മാറ്റമേ ഇല്ല. പിന്നീട് പ്രോ മോഡലുകൾ അവരുടെ ടൈറ്റാനിയം ഫ്രെയിം തന്നെയാണ് വരുന്നത്. നോൺ പ്രോ മോഡലുകൾ അലുമിനിയം ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. സോ നോൺ പ്രോ മോഡലുകൾ എപ്പോഴത്തും പോലെ മഴവില്ലിൻ്റെ ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്രാവശ്യം ഉണ്ടാകുന്നതായിരിക്കും. പ്രോ മോഡലിൽ റോസ് ഗോൾഡോ അങ്ങനെ ഏതെങ്കിലും ഒരു നല്ലൊരു കളർ വേരിയൻ്റ് ഇപ്രാവശ്യം പ്രോ മോഡലുകളിലും ഉണ്ടാവുമെന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഉണ്ടാവും, എല്ലാ സമയത്തും പുതിയ കളേഴ്സ് എന്തായാലും ലോഞ്ച് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം പ്രോ മോഡലുകൾ ഏതെങ്കിലും ഒരു പുതിയ കളർ എന്തായാലും ഉണ്ടാവും. ഇനി ഡിസ്പ്ലേ ആണെങ്കിൽ തന്നെ നോൺ പ്രോ മോഡലിന് ഡിസ്പ്ലേയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും തന്നെ ഇല്ല. 6.1 ഇഞ്ച് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ബട്ട് ബെസൽസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്, എന്തായാലും കുറയും. പിന്നീട് പ്രോയിലേക്ക് വന്നാൽ 16 പ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 6.3 ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മോഡലും അതിൻ്റെ അപ്പുറത്തെ മോഡലും എല്ലാം തന്നെ 6.1 ഇഞ്ച് ആണെങ്കിൽ ഇനി തൊട്ട് 6.3 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഇനി പ്രോ മാക്സിലാണെങ്കിലോ കഴിഞ്ഞ 15 പ്രോ മാക്സിലും അല്ലെങ്കിൽ 14 പ്രോ മാക്സിലും എല്ലാത്തിലും 6.7 ഇഞ്ച് ആയിരുന്നു. ഇനി 16 പ്രോ മാക്സിൽ 6.9 ഇഞ്ചിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള വലിയ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. എന്തായാലും അടുത്ത വർഷത്തെ സാംസങ് ഫോൺസിൽ 7 ഇഞ്ചിൻ്റെ പ്ലസ് ഡിസ്പ്ലേ സൈസ് എന്തായാലും വരാനുള്ള ചാൻസ് ഉണ്ട്. സാംസങ് ഇതൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഡിസ്പ്ലേയുടെ സൈസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം പ്രോ വേരിയൻറ്റുകളിൽ വരുന്നുണ്ട്. പക്ഷേ നോൺ പ്രോ വേരിയൻറ്റിൽ അത് വരുന്നില്ല. പിന്നീട് 120 Hz റിഫ്രഷ് റേറ്റ് പ്രോ മോഡലുകൾ വരുന്നുണ്ട്. നോൺ പ്രോയിൽ ഇത്തവണയും 60 Hz മാത്രമേ കിട്ടുന്നുള്ളൂ. പാവപ്പെട്ടവരുടെ എങ്ങനെയൊക്കെയോ കടക്കെ വാങ്ങിച്ച് ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഐഫോൺസൊക്കെ വാങ്ങുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു നോൺ പ്രോ ഒക്കെ എടുക്കുന്ന അവർക്ക് ഇപ്രാവശ്യം ആ ഹൈ റിഫ്രഷ് റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല. പിന്നീട് ക്യാമറ ആണെങ്കിൽ തന്നെ നോർമൽ നോൺ പ്രോ മോഡലുകളിൽ ക്യാമറയുടെ മെഗാ പിക്സലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നില്ല. അപ്ഗ്രേഡ് എന്തായാലും ഉണ്ടാവും. പിന്നീട് പ്രോ മോഡലുകളാണെങ്കിൽ തന്നെ ടെലിഫോട്ടോ ലെൻസ്, അതായത് പ്രോ മാക്സിലുണ്ടായ 5x ടെലിഫോട്ടോ നേരെ പ്രോയിൽ കൂടെ വരുന്നുണ്ട്. പ്രോയിൽ നോർമലി 3x ടെലിഫോട്ടോ ആണ് ഉണ്ടായത്. ബട്ട് ഇനി തൊട്ട് പ്രോയിലും 5x ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. സോ അതൊരു അപ്ഗ്രേഡ് തന്നെയാണ്. പിന്നീട് ബാക്കിയുള്ളതിൽ നിന്ന് മെഗാ പിക്സലിൻ്റെ കാര്യത്തിൽ മാറ്റം വരുന്നില്ല. പിന്നീട് പ്രൊസസ്സറിലാണെങ്കിൽ തന്നെ നോർമലി കഴിഞ്ഞ വർഷത്തെ ഐഫോൺ 15 പ്രോയും നോൺ പ്രോ മോഡലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോ മോഡലുകൾ ലേറ്റസ്റ്റ് ചിപ്സെറ്റ് കൊടുക്കാറുണ്ടെങ്കിലും അതിൻ്റെ നോൺ പ്രോയിൽ പഴയ ചിപ്സെറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ എല്ലാ മോഡലുകളിലും ബയോണിക് 18 ചിപ്സെറ്റ് വരുന്നുണ്ട്. പ്രോയിലേക്ക് വരുന്ന സമയത്ത് ബയോണിക് 18 പ്രോ ആണ് കൊടുത്തിട്ടുള്ളത്. സോ നോൺ പ്രോ മോഡൽസ് വാങ്ങുന്നവർക്ക് നല്ല ബെറ്റർ ആയുള്ള എക്സ്പീരിയൻസ് ഇത്തവണ കിട്ടുന്നതായിരിക്കും. പിന്നീട് ബാറ്ററി ആണെങ്കിലും എല്ലാ മോഡലുകളിലും അപ്ഗ്രേഡ് എപ്പോഴും ഉണ്ടാവുന്ന പോലെ തന്നെ അപ്ഗ്രേഡ് ഉണ്ടാവും. ബട്ട് ചില ലീക്സും റൂമേഴ്സ് അനുസരിച്ച്
പ്ലസ് മോഡലിന് ബാറ്ററി ബാക്കപ്പ് കുറയാനുള്ള ചാൻസ് പറയുന്നുണ്ട്. പിന്നീട് ഫാസ്റ്റ് ചാർജ് നോൺ പ്രോയിലില്ലെങ്കിലും പ്രോ മോഡലുകൾ 40 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഇതുമില്ല വരുന്നുള്ളത്, റൂമേഴ്സാണ്, നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസം. പിന്നെ എല്ലാ ഫോണുകളിലും ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ് വരുന്നുണ്ട്. ആദ്യമൊക്കെ ഒക്കെ ആൻഡ്രോയിഡ് ഫോൺസൊക്കെ ഇറക്കുന്ന സമയത്ത് അയ്യേ എന്നൊക്കെ ആക്കിയ ആപ്പിൾ ഫാൻസൊക്കെ തന്നെ ഇനി ഇതൊക്കെ കാണുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ കാണും. ഇത്ര നാളും ബാക്കി എല്ലാ മോഡലുകളിലും ഇറക്കിയിട്ടുണ്ടെങ്കിലും ആപ്പിൾ ഇറക്കുമ്പോൾ അത് ബാക്കിയുള്ള എല്ലാവരും വാവ് എന്ന ഒരു സംഭവം എന്തായാലും വരുന്നതായിരിക്കും, കണ്ടറിയാം എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. അപ്പം ഇത്തവണ അതും ആപ്പിളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പുതിയ ഐഫോൺ സീരീസിൽ വരാൻ വേണ്ടി പോകുന്നത്. അടുത്ത മാസം സെപ്റ്റംബർ മാസം, അടുത്ത മാസമാണ് ഇതിൻ്റെ ലോഞ്ച് വരാൻ വേണ്ടി പോകുന്നത്. കണ്ടറിയാം എന്തൊക്കെയാണ് പുതിയ ഐഫോൺ സീരീസിൽ വരുന്ന വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ വെയിറ്റ് ചെയ്യാം, എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ. സോ ഈ ഒരു വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ലീക്സും റൂമേഴ്സൊക്കെ അനുസരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ചിലപ്പം ഇത് ശരിയാവാം, ചിലപ്പം ഇത് തെറ്റാവാം. ബേസിക്കലി ഡിസൈനിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ എപ്പോഴും ലീക്കും റൂമേഴ്സൊക്കെ വരുന്ന പോലെ തന്നെയുള്ള ഒരു ഡിസൈനാണ് എന്നും ഐഫോൺസിലൊക്കെ കാണാറുള്ളത്. സോ അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഡിഫറൻസ് എന്തായാലും ഇതിൽ നിന്ന് ശരിക്കുള്ള ഐഫോൺ 16 വരാനുള്ള ചാൻസ് ഇല്ല. ഇതൊക്കെ തന്നെ ആയിരിക്കും പുതിയ ഫോൺസിൽ വരാൻ വേണ്ടി പോകുന്നത്. സോ വെയിറ്റ് ചെയ്യുക. സോ അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.